എക്സിറ്റ് പോൾ ഫലങ്ങൾ ഓരോന്നായി പുറത്തു വരുന്നു. മാട്രിക്സ് എക്സിറ്റ് പോൾ BJP 42 മുതൽ 47 വരെ സീറ്റുകൾ നേടുമെന്ന് പ്രവചിക്കുന്നു. ന്യൂസ് 18ലേക്ക് വന്നാൽ ന്യൂസ് 18 മഹാരാഷ്ട്രയിൽ 156 സീറ്റുകൾ BJP സഖ്യം നേടുമെന്ന് പറയുന്നു. ചാണക്യയുടെ എക്സിറ്റ് പോളിൽ 152 മുതൽ 160 വരെ സീറ്റുകൾ BJP സഖ്യം നേടുമെന്ന് പറയുന്നു. അവിടെ കോൺഗ്രസ് സഖ്യം, അതായത് ശിവസേന, NCP, കോൺഗ്രസ് സഖ്യം 130 മുതൽ 138 സീറ്റുകൾ വരെ നേടുമെന്ന് പ്രവചിക്കുന്നു. അങ്ങനെ പുറത്തുവരുന്ന എക്സിറ്റ് പോളുകളെല്ലാം ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും BJP സഖ്യത്തിന് അനുകൂലമായ വിധിയെഴുത്തുണ്ടാകും എന്നാണ് പ്രവചിക്കുന്നത്. നമുക്ക് സമയപരിമിതിയുണ്ട്. പെട്ടെന്ന് യുവരാജ് ഗോകുലിലേക്ക്. യുവരാജിനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷ തരുന്ന നമ്പേഴ്സ് തന്നെയാണ് വരുന്നത്. പ്രതീക്ഷ തരുന്നതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സിറ്റ് പോളുകളെ നമ്മൾ ഓവർ റിലേ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലല്ല ഉള്ളതെങ്കിൽ പോലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് നാളുകളിൽ ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ എന്ത് നടക്കും എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള നമ്മുടെ ഒരു ഇൻറ്റേർണൽ സ്റ്റഡി, നമ്മുടെ ഒരു ഹോംവർക്ക്, ഇതിൻ്റെ അകത്ത് എല്ലായിടത്തും നമ്മൾ എന്ത് റിസൾട്ടാണോ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത് ആ റിസൾട്ടിലേക്ക് തന്നെ എത്തും എന്നുള്ള തലത്തിൽ ഈ പറയുന്ന എക്സിറ്റ് പോളുകൾ, സർവേ ഏജൻസികളെല്ലാം പറയുന്നതിനകത്ത് വലിയ സന്തോഷം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എതിർപക്ഷത്തേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്താണ് ഈ IND മുന്നണിയുടെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ മ്ലാനത പൊതുവിൽ തന്നെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ ജയിക്കുമെന്നുണ്ടെങ്കിൽ അവരെത്രത്തോളം ആഹ്ലാദത്തിലും വിശ്വാസത്തിലും ഒക്കെ ആയിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. മാധ്യമങ്ങൾ പോലും ആ പറയുന്ന മേഖലയ്ക്ക് അല്ലെങ്കിൽ ആ ക്യാമ്പിനെ കുറിച്ചിട്ട് വലിയ ചർച്ചകൾ ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ എന്തിനെങ്കിലും പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവരാനോ വേണ്ടിയിട്ടുള്ള തലത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നതായിട്ട് കാണുന്നതുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ എക്സിറ്റ് പോൾ ശരിവയ്ക്കുന്ന ഒരു റിസൾട്ട് തന്നെ 23-ാം തീയതി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശരി യുവരാജ് ഗോകുൽ, വളരെ ആത്മവിശ്വാസത്തിലാണ്. അല്പം മുമ്പ് കെ സുരേന്ദ്രൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നതും ആത്മവിശ്വാസം തന്നെയാണ്. ഇവിടെ യുവരാജ് ഗോകുൽ ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും BJPക്ക് വിജയത്തിലേക്ക് എത്താനാകുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. അപ്പോഴും ആദ്യം യുവരാജ് പറഞ്ഞൊരു വാക്ക് പറയട്ടെ. അപ്പോഴും എല്ലാ എക്സിറ്റ് പോളുകളെയും എപ്പോഴും വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ല യുവരാജ് എന്നുകൂടി പറയുകയുണ്ടായി. ഏതായാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നതെല്ലാം ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും BJPയുടെ കുതിപ്പ് പ്രവചിക്കുന്നുണ്ട്. അതറിയാൻ 48 മണിക്കൂറുകൾ കൂടി സേനാപതി വേണു പറഞ്ഞതുപോലെ നമ്മൾ കാത്തിരിക്കുകയും വേണം. ഏതായാലും